ഈ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഷവർമ്മ കരിയുന്നതിൻ്റെ അല്ലെങ്കിൽ അൽഫാമിൻ്റെ മണം ശ്മശാനത്തിലൂടെ നടക്കുന്ന പോലെ തോന്നുന്നു എന്നാണ്. എന്നുവെച്ചാൽ മാംസാഹാരം പ്രശ്നമാണ്, നമ്മുടെ സംസ്കാരത്തിനെതിരാണ്, നമ്മുടെ ശരീരത്തിനെതിരാണ്, ഇന്ത്യ എന്ന് പറയുന്ന ഭാരത ആശയത്തിനെതിരാണ് മാംസാഹാരം എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ വെറുതെ പോയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഇന്ത്യയിൽ എന്തുമാത്രം മനുഷ്യർ മാംസം കഴിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള 71% ആളുകൾ മാംസം കഴിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. തെലങ്കാനയിലും കേരളത്തിലേക്ക് വന്നാൽ 95% മുകളിലാണ് മാംസം കഴിക്കുന്നവരുടെ എണ്ണം. ഇന്ത്യയിലെ മിക്കവാറും സ്റ്റേറ്റിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും മാംസം കഴിക്കുന്നു. പിന്നെ ഇവർ ഏത് ഭാരതത്തെയാണ് പ്രതിനിധാനം ചെയ്ത് വർത്തമാനം പറയുന്നത്? ഈ 71% മനുഷ്യരെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെ നാടായത്. 80% അധികം ഇവിടെ ഹിന്ദുക്കളാണ്. അതിൽ അവർ വിടുമല്ലോ. അപ്പോൾ 71% ആളുകൾ മാംസം കഴിക്കുന്ന ഇന്ത്യയിൽ മാംസത്തിനെതിരാണെന്ന് ഇവർ പറഞ്ഞാൽ ഇവർ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അപ്പം നമുക്കറിയാം മാംസം കഴിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഹിന്ദുക്കളിൽ തന്നെ അപ്പർ ക്ലാസ് എന്ന് അവകാശപ്പെടുന്ന ചില ജാതി വിഭാഗങ്ങൾ. അവരിൽ ഒരു കൂട്ടം ആളുകൾ മാംസം കഴിക്കാത്തവരാണ്. അപ്പോൾ RSS റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവരെയാണ്. അപ്പർ ക്ലാസ്സുകാരൻ, മാംസം കഴിക്കാത്ത, വേടൻ്റെ പാട്ട് കേൾക്കാത്ത, ഷവർമ്മ കഴിക്കാത്ത, അതാണ് ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ സംഘം അതാണ്. ബാക്കി എല്ലാവരോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. അപ്പം മാംസം കഴിക്കരുത് എന്ന് പ്രഖ്യാപിക്കുന്ന, മാംസം കഴിക്കരുതെന്ന് പ്രചാരണം നടത്തുന്ന വിഭാഗത്തിൻ്റെ പ്രതിനിധാനമാണ് RSS എന്ന് ആവർത്തിച്ച് ആ സംഘടന പറയുന്നതിന് സൂചനയാണ് ഇത് കാണുന്ന കാര്യം. അല്ല, ഈ മാംസ വിയോജിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുള്ളതല്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടേഴ്സ് ഉള്ള രാജ്യം അൽ കബീർ എന്ന് പറഞ്ഞ എക്സ്പോർട്ടേഴ്സ് ഉണ്ട് ഇവിടെ. അത് നടത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ ഇടപെട്ടെ, അവർക്ക് എനിക്കിരുന്നു ചരിത്രത്തിൽ അങ്ങനെ എവിടെയൊന്നും വായിച്ചു, മറ്റേ രാമന് സീത മീനിനെ ചുട്ടുകൊടുത്തൊരു ചരിത്രം. അതായത് നിങ്ങൾക്ക് പുരാണങ്ങൾ എടുത്ത് പരിശോധിക്കാം, ഋഗ്വേദം എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് ഈ പറയുന്ന പോത്തുകുട്ടിയെ, കന്നിനെയൊക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഇവരുടെ ചിദാനന്ദപുരി എന്ന് പറഞ്ഞ ഒരു സന്യാസിയുണ്ട്, സംഘിൻ്റെ താല്പര്യത്തിന് ഒപ്പിച്ചാണ് അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നത് കാണുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പൂരാണങ്ങളിൽ ഇത് കഴിച്ചതിൻ്റെ സൂചനയുണ്ടെന്ന്. മനുസ്മൃതി പറയുന്നു, കഴിക്കാൻ കഴിയുന്ന എന്തിനേയും കഴിക്കാൻ കഴിയുന്ന അനുവാദം മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നു മനുസ്മൃതി പറയുന്നുണ്ട്. ഗൂഗിൾ ഇതേ കാണാൻ പറ്റും. പുരാണങ്ങളിൽ തന്നെ ഇന്ദ്രൻ്റെ ഭക്ഷണമായിരുന്നു ഈ കാളക്കുട്ടി എന്നൊക്കെയാണ് ഈ ഋഗ്വേദത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഈ പറഞ്ഞോട് സാന്ദർഭികമായി ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അതൊരു കാര്യം അവിടെ നിൽക്കട്ടെ, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്, അവർക്ക് എടുക്കാതിരിക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ സംഗതിയാണ്. ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞ ഹിന്ദു വ്യവസായികളാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ടാക്സ് ഇളവ് കൊടുത്തിട്ടുള്ളത്, അവർക്കാണ് വൈദ്യുതി ഇളവൊക്കെ ഈ സർക്കാർ കൊടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം ബീഫ് എക്സ്പോർട്ടേഴ്സ് നല്ല ശതമാനം സാമ്പത്തിക സഹായം BJPക്ക് കൊടുത്തിട്ടുണ്ട്. 2.5 കോടി കൊടുത്തു എന്നാണ് ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്ത. വേറെ ഇതൊക്കെ വാങ്ങിച്ച് പെട്ടിയിലിട്ടിട്ടാണ് മാംസം മൊത്തം കുഴപ്പമാണ് എന്ന നില സ്വീകരിക്കുന്നത്. അപ്പം പ്രശ്നം ഇതാണ്, ദലിതർ എന്ന് പറയുന്ന ആളുകൾ സംഘടിക്കുക, അവരവരുടെ പൊളിറ്റിക്സ് പറഞ്ഞതിനുള്ള വിയോജിപ്പാണ്. ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പർ ക്ലാസ്സുകാരുടെ മാംസവിരുദ്ധത എന്ന് പറഞ്ഞ് ഞങ്ങൾ നിലകൊള്ളുന്നതേ അതിനു വേണ്ടിയാണെന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.